ആശ്രയം ആശ്രയത്ര നേരമെന്റെ ആശ്വാസം വചനമാരി തോന്നി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെന്റെ ആശ്രയം ആശ്രയത്ര നേരമെന്റെ ആശ്വാസം വചനമാരി തോന്നി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ഗുണക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകമേ എന്റെ മോചന. ഗുണക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകമേ എന്റെ മോചന. സങ്കീർത്തനം 85:6 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കാൻ വേണ്ടി അവരെ വീണ്ടും ജീവിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയമായ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആത്മീയ ആനന്ദം പോകും. പിന്നെ ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റില്ല, ദൈവസന്നിധിയിൽ ആനന്ദം കിട്ടുകയില്ല. കാരണം എന്താണ്? ആത്മീയമായി ജീവൻ ഇല്ലാതായി തീർന്നു. പാപം കടന്നു വന്നു, ആത്മീയ ആനന്ദം പോയി. പിന്നെ കുർബാന വളരെ വിരസമായിട്ട് തോന്നും, ജപമാല ഭാരം പിടിച്ചതായിട്ട് തോന്നും, പ്രാർത്ഥന ആത്മീയ ശുശ്രൂഷകളോടൊക്കെ വിരക്തി തോന്നും. ആ കാരണം എന്താണ്? അവിടെയൊന്നും ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആത്മീയ ജീവൻ മൃതമായി കഴിയുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ആനന്ദം അനുഭവിക്കാൻ കഴിവില്ലാതെ വരുന്നു. അങ്ങനെയുള്ളവർക്ക് ആത്മീയത ഭാരം പിടിച്ചതാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല, മനുഷ്യർ എന്തിനാണ് ഇതിനൊക്കെ സമയം ചെലവഴിക്കുന്നത്, എന്തിനാണ് പാട്ടുപാടുന്നത്, തുള്ളുന്നത്, ഒന്നും അറിയില്ല. കാരണം ആത്മാവ് മൃതമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ വീണ്ടും ജീവിപ്പിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദ വിഷയം വീണ്ടും അങ്ങ് തന്നെയായിട്ട് വരണം. എൻ്റെ ആനന്ദത്തിൻ്റെ വിഷയം ലോകമായിരിക്കരുത്, എൻ്റെ ദൈവമേ നീ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി എന്നെ പുനരുജ്ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ആനന്ദം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നാണ് കുറ്റബോധം. ഞാൻ ആദ്യം പറഞ്ഞ പാപവുമായി ഇത് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ദൈവം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം കിട്ടിയാൽ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ അവിടെ മനുഷ്യന് ആനന്ദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആഹ്ലാദം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വെറുപ്പ്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വെറുപ്പും പ്രതികാര ചിന്തയും താലോലിച്ചുകൊണ്ട് നടക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരിക്കലും ആനന്ദമുണ്ടാകുകയില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു? ഉള്ളിൽ വെറുപ്പുള്ളവരിലെല്ലാം മറ്റു തരത്തിലുള്ള ആസക്തികൾ വളരും. വെറുപ്പുള്ള ഹൃദയത്തിൽ ആനന്ദമില്ലാത്തതുകൊണ്ട് ലോകത്തിൻ്റെ ആനന്ദങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള വ്യക്തികൾ വീണുപോകും. അപ്പോൾ വെറുപ്പില്ലാത്ത ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു പക്ഷേ ഷാലോൺ ടെലിവിഷനിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇൻഡോർ റാണി എന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡോറിൽ വെച്ച്, മധ്യപ്രദേശിൽ വെച്ച് സമൃദ്ധ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ വധിക്കപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമായിരുന്നു ഇൻഡോർ റാണി എന്ന പേരിൽ ഷാലോൺ TV പ്രക്ഷേപണം ചെയ്തത്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ സമൃദ്ധ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റർ റാണി മരിയയെ ബസ്സിൽ നിന്ന് വെടിച്ചിറക്കി റോഡിലേക്ക് വലിച്ചിറക്കി ശരീരം മുഴുവനും കത്തികൊണ്ട് കുത്തി, അങ്ങനെ വളരെ ദാരുണമായ രീതിയിലാണ് ഈ സിസ്റ്റർ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ കൊലപാതകിയായ സമുന്ദർ സിംഗ് ജയിലിൽ വെച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. അതെങ്ങനെയാണ് അനുഭവിച്ചറിഞ്ഞത്? സിസ്റ്റർ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സൽമി പോള് ജയിലിൽ കിടക്കുന്ന തൻ്റെ സഹോദരിയുടെ ഘാതകനെ പോയി കണ്ട് അവനെ സഹോദരനായി സ്വീകരിച്ച് അവൻ്റെ കയ്യിൽ രാഖി കെട്ടിയപ്പോൾ
ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അനുഭവത്തിലേക്ക് സമുന്ദർ സിംഗ് കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് ജയിൽ വിമോചിതനായ ശേഷം ആദ്യം വന്നത് കേരളത്തിൽ പെരുമ്പാവൂരടുത്തുള്ള പുല്ലുവഴിയിലേക്കാണ്. എന്തിനാണ്? അവിടെ രോഗശൈലിയിൽ കിടക്കുന്ന സിസ്റ്റർ റാണി മരിയായുടെ പിതാവിനെ കണ്ട് കാലുപിടിച്ച് മാപ്പ് ചോദിക്കാൻ വേണ്ടി സമുന്ദർ സിംഗ് കേരളത്തിലെത്തുകയാണ്. അപ്പോൾ അങ്ങനെ സമുന്ദർ സിംഗ് താൻ വധിച്ച സിസ്റ്റർ റാണി മരിയായുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അതൊരു വിവാഹ വീട് പോലെ വളരെ മനോഹരമായി അലങ്കരിച്ച് ഒരുക്കി വച്ചിരിക്കുകയാണ്. തൻ്റെ മകളെ കൊന്ന സമുന്ദർ സിംഗിനെ സിസ്റ്റർ റാണി മരിയയുടെ അമ്മ സ്നേഹത്തോടെ വാരിപ്പുണർന്നു. അടുത്തിരുത്തി ചോറ് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്ന രംഗം കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. സമുന്ദർ സിംഗിൻ്റെ കൈയെടുത്ത് വെച്ച് മുത്തിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മോളുടെ രക്തം വീണ കൈയാണെന്ന് പറഞ്ഞ് ഈ കൈ മുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരൊക്കെ കരഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത്. ഒന്ന് ഓർത്ത് നോക്കുക, ഇത്രയും ക്രൂരത കാണിച്ച തൻ്റെ മകളുടെ ഘാതകനോട് ഇത്രയേറെ ക്ഷമിക്കുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് ഉടമസ്ഥരായവരോട് ക്ഷമിക്കുവാൻ നമുക്ക് എത്രയോ പെട്ടെന്ന് സാധിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ വർഷങ്ങളായി പലരോടുമുള്ള വെറുപ്പും നീരസവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പലരെയും ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ചിലരെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വില കൊടുത്തും ക്ഷമിക്കുവാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യർ ക്ഷമിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്, മറക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ചിലരുടെ ജീവിതം ദുരിതപൂർണമായിട്ട് തീരുന്നതിൻ്റെ കാരണം അവർക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, കേരളത്തിലെ ഒരു വലിയ പ്രശസ്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അധിപനായ ഒരു മനുഷ്യൻ. സമൂഹത്തിലെല്ലാം വളരെ ഡീസൻ്റായിട്ട് അദ്ദേഹം പെരുമാറും. പക്ഷേ ഇപ്പോഴും അപ്പനോടും അമ്മയോടും ഭയങ്കരമായി വൈരാഗ്യമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചു വന്നപ്പോൾ ചെറുപ്പത്തിലെ അനിയന് ഒരു നല്ല ഉടുപ്പ് മേടിച്ചു കൊടുത്തതാണ് പ്രശ്നം. അന്നു മുതൽ മാതാപിതാക്കളോട് തോന്നിയ വെറുപ്പ് ഇന്നും ആ മനുഷ്യൻ്റെ ഉള്ളിരിക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും, പക്ഷേ ഇന്നും വീട്ടിൽ അദ്ദേഹം ഒരു പ്രശ്നക്കാരനായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദൈവം ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, സന്തോഷിക്കാൻ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ സന്തോഷിക്കാൻ കഴിയാതെ വരുന്നത് കഴിഞ്ഞ കാലങ്ങളെ മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് ദുഃഖിച്ച് എത്രയോ ജീവിതങ്ങൾ നശിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഭോഷത്വമാണ് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ജീവിതം പുതുതായിട്ട് ആരംഭിക്കുവാനായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കണം. എങ്കിലേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരുടെയും ജീവിതത്തിൽ ആനന്ദമില്ലാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നന്ദിയില്ലാത്ത ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയങ്ങൾക്ക് സന്തോഷം ഒരുപാട് ഉണ്ടാകും. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പത്രത്തിൽ വായിച്ചതാണ്. കാലിഫോർണിയയിൽ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്വകാര്യ വിമാനമുണ്ടായിരുന്നു. ഈ സ്വകാര്യ വിമാനം ഓടിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് യന്ത്രത്തിൻ്റെ തകരാറുണ്ടായി. അദ്ദേഹം അടുത്തുള്ള ഒരു വിമാനത്താവള എയർപോർട്ടിൽ ഈ വിമാനം ഇറക്കി. വിമാനം ഇടിച്ചിറക്കിയ ഉടൻ തന്നെ വിമാനത്തിന് തീപിടിച്ചു. എങ്കിലും അത്ഭുതകരമായി ഈ അഗ്നിക്കിടയിൽ നിന്ന് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം മരിച്ചു എന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. അത്ഭുതകരമായ വിധത്തിൽ ഈ തീപിടിച്ച വിമാനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. ഒരു ലോക്കൽ ന്യൂസ് പേപ്പർ ഈ സംഭവം വിവരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പത്രപ്രവർത്തകൻ എങ്ങനെ ചോദിച്ചു, വിമാനത്തിന് തീപിടിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുകയാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ ആദ്യമായിട്ട് താങ്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്ത എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ് എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു സങ്കടം വന്നു. അതിതാണ്, എൻ്റെ വീട്ടുകാർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെ ഒരുപാട് ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അവരോട് ഒരു നന്ദി പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ഒരിക്കലും അവരോട് നന്ദി പറയുവാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന ദുഃഖമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളിലൂടെ എത്രയോ സ്നേഹം, എത്രയോ ശുശ്രൂഷ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ. അവയെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോകും. എന്നാൽ വേദനകൾ നമ്മൾ മറക്കാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ആന്തരികമായ സംഘർഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ കാരണങ്ങളിലൊന്ന്. നന്മകളെ മറന്ന് തിന്മകളെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട്
ഹൃദയം തുറന്ന് ആഹ്ലാദിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ എപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദി ഉണ്ടാകണം, ലോകത്തോട് നന്ദി ഉണ്ടാകണം, കുടുംബത്തോട് നന്ദി ഉണ്ടാകണം. അങ്ങനെ നന്ദിയുള്ള ഒരു ഹൃദയത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, 2007 നവംബർ മാസത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം ഇറക്കിയിരുന്നു, സ്പേ സാൽവി എന്ന പേരിൽ, പ്രത്യാശയിൽ രക്ഷ. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം, പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് എന്ന വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു ചാക്രിക ലേഖനമായിരുന്നു അത്. ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സത്യദൈവത്തെ അറിയുക എന്നാൽ പ്രത്യാശയുള്ളവരായി തീരുക എന്നതാണ് അർത്ഥമെന്ന്. സത്യദൈവത്തെ അറിയുക എന്നാൽ പ്രത്യാശയുള്ളവരായി തീരുക എന്നതാണ്. പ്രത്യാശ എന്നാൽ വിശ്വാസം നൽകുന്ന ഉറപ്പ്, വിശ്വാസത്തിൻ്റെ പൂർണ്ണത. വിശ്വാസത്തിൽ ഒരു വ്യക്തി വളരുന്നതിനനുസരിച്ച് പ്രത്യാശയും കൂടും. പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്ര പ്രത്യാശയാണ്. എന്നാൽ പല വിശ്വാസികളുടെയും ജീവിതത്തിൽ പ്രത്യാശയില്ല. ഭാവിയെക്കുറിച്ചെല്ലാം നെഗറ്റീവായ ചിന്തയാണ്. എൻ്റെ ജീവിതം ശരിയാകാൻ പോകുന്നില്ല, എൻ്റെ മക്കൾ നന്നാകാൻ പോകുന്നില്ല, ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ജീവിത പങ്കാളി ശരിയാകാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് പലരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഉത്തരം സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. എന്തെല്ലാം കുറവുകൾ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിലും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒത്തിരി വൈകല്യങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് അപ്പനും അമ്മയും ഉറച്ചായിട്ട് പ്രത്യാശിക്കണം. കാഴ്ചയിലല്ല നമ്മൾ അടിസ്ഥാനമിരിക്കുക, വിശ്വാസത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി രക്ഷപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് ഇടപെടാൻ സമയം വൈകിയിട്ടില്ല. എൻ്റെ ആധ്യാത്മിക ജീവിതം ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, എന്നിട്ടും ഈ തഴക്ക ദോഷത്തിൽ നിന്ന് എനിക്ക് രക്ഷയില്ല. ഞാൻ ഒത്തിരി പരിശ്രമിച്ചു, എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. നിരാശയാണ്. ഈ നിരാശ സാത്താൻ മുതലെടുക്കും. പ്രിയപ്പെട്ടവരെ, നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നിരാശ എന്ന് പറയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുമാത്രം വീണാലും എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ ഇനിയും ഉയർത്താൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എന്തുമാത്രം പാപത്തിൻ്റെ മുറിവുകൾ എനിക്ക് ഏറ്റിട്ടുണ്ടെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. പ്രത്യാശയുണ്ടെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന അപ്പോഴേ വരുള്ളൂ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിലുണ്ടാകും. കാത്തലിക് ചർച്ചിൽ ഈ നിരാശയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: പ്രത്യാശയ്ക്കെതിരായ നിരാശ വഴി ദൈവത്തിൽ നിന്നുള്ള തൻ്റെ വ്യക്തിപരമായ രക്ഷയും അത് നേടുന്നതിനുള്ള സഹായവും തൻ്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനം സംബന്ധിച്ച പ്രത്യാശയും മനുഷ്യന് നഷ്ടപ്പെടുന്നു. നിരാശ ദൈവത്തിൻ്റെ നന്മയ്ക്കും അവിടുത്തെ നീതിക്കും അവിടുത്തെ കാരുണ്യത്തിനും എതിരാണ്. അപ്പം നിരാശ വലിയൊരു പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരേ സമയത്ത് ദൈവത്തിൽ വിശ്വസിക്കാനും നിരാശപ്പെട്ടിരിക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഈ വിശ്വാസ വർഷ കൺവെൻഷനിൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ വിശ്വാസത്തെ ഉണർത്തണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയുള്ള ഒരു വിശ്വാസം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. സന്തോഷം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ദൈവികമായ ആനന്ദം അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് ഹൃദയത്തിൻ്റെ സന്തോഷം നശിപ്പിച്ചു പോകുന്നത്. സ്നേഹമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ ഈ സ്പേ സാൽവിയിൽ പരിശുദ്ധ പിതാവും പറയുന്നുണ്ട്, സ്നേഹമാണ് ആത്മാവിനെ രക്ഷിക്കുന്നത് എന്ന്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു ആത്മാവ് രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥനയും കുർബാനയൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ സ്നേഹമില്ലാതെ ജീവിക്കുന്നവന് മോക്ഷം കിട്ടുകയില്ല. സ്നേഹത്തിലൂടെ മാത്രമാണ് രക്ഷ. ആ സ്നേഹത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടാനുള്ള എളുപ്പമായിട്ടുള്ള മാർഗം എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം.
മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് ഒരു ചിരിയൊക്കെ സമ്മാനിക്കുക, പുഞ്ചിരി കൊടുക്കുക. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ് ഈ ചിരിക്കാനുള്ള കഴിവ്. നമുക്കറിയാം, പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമാണ് ഈ ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യന് ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് പറയാമോ? എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യന് ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്? ചിരിക്കാൻ വേണ്ടി. ചിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കഴിവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഴിവ് നമ്മൾ ഉപയോഗിക്കണം. ചിരി നമ്മുടെ മനസ്സിനെ അയവുള്ളതാക്കി മാറ്റുകയല്ല, മറ്റൊരു വ്യക്തിയെ എന്തുമാത്രം സന്തോഷിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും ചിരി കൊടുക്കാനുള്ള തീരുമാനം ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. എല്ലാവർക്കും ചിരി കൊടുക്കണം. അപ്പോൾ ചിലരുടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങോട്ട് ചിരിച്ചാൽ ഇങ്ങോട്ടൊന്നും തരാത്തവരുടെ കാര്യം എന്ത് ചെയ്യും? അപ്പോൾ ചിലരുടെ ഒരു പ്രശ്നം ഇതാണ്, ചിരി തരാൻ കഴിയാത്തവർക്കാണ് ചിരി കൊടുക്കേണ്ടത്. അവർക്കാണ് ചിരി ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തിരിച്ച് ചിരി പ്രതീക്ഷിക്കാത്തടത്തും നിങ്ങൾ ചിരിക്കാൻ തയ്യാറാകണം. ചിരിക്കുമ്പോൾ ദൈവവും ചിരിക്കും, സന്തോഷിക്കും, വലിയ ആനന്ദമുണ്ടാകും. നമുക്ക് അടുത്തിരിക്കുന്ന ആളുകൾ നേരെ ഒന്ന് ചിരിക്കാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന ചിരി കൊടുത്തേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സന്തോഷം കൊടുക്കണം. ഏതെല്ലാം മാർഗത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. കുടുംബാംഗങ്ങൾ ഈ ഒരു മനോഭാവമുള്ളവരായിരിക്കണം. എൻ്റെ ജീവിത പങ്കാളി ഏതെല്ലാം വിധത്തിൽ എനിക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും, ഇങ്ങോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങോട്ട് ഏതെല്ലാം തരത്തിൽ കൊടുക്കാൻ സാധിക്കും, എൻ്റെ മാതാപിതാക്കളെ ഏതെല്ലാം വിധത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കും, എൻ്റെ സഹോദരങ്ങളെ ഏതെല്ലാം വിധത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ സന്തോഷം കൊടുക്കുന്നവരായി മാറുന്തോറും സന്തോഷത്തിൽ നമ്മുടെ ജീവിതം വളരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പരമമായ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗമാണ്, നിത്യജീവനാണ്. സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള ഉറപ്പ് ഉള്ളവർക്ക് മാത്രമാണ് ദുരിതങ്ങളുള്ള ഈ ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൂർദിൽ വെച്ച് വിശുദ്ധ ബർണദിതാത്തയുടെ മാതാവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിനക്ക് ഞാൻ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ സ്വർഗത്തിൽ ഞാൻ നിനക്ക് സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു എന്ന് ബർണദിതായുടെ മാതാവ് പറയുകയുണ്ടായി. അപ്പം നമ്മുടെ എല്ലാ വേദനകൾക്കും ഇവിടെയുള്ള എല്ലാ കണ്ണുനീരിനും വലിയ പ്രതിഫലം സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നു എന്ന ഉറപ്പ് നമ്മളെ ദുരിതങ്ങളുടെ നടുവിലും പ്രത്യാശയുള്ളവരാക്കി മാറ്റും. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, എങ്കിലും എൻ്റെ ഹൃദയം ഇപ്പോഴും ദുഃഖം നിറഞ്ഞതാണോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലേ? എന്താണ് എൻ്റെ സന്തോഷത്തെ എന്നിൽ നിന്ന് അപഹരിക്കുന്ന കാരണങ്ങൾ? എൻ്റെ കർത്താവ് ഞാൻ സന്തോഷവതിയായി സന്തോഷവാനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ നിന്നും എന്നെ തടയുന്നത് എൻ്റെ കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളാണോ? എൻ്റെ പരാജയങ്ങളും ഭീതിയും ഉത്കണ്ഠകളുമാണോ? എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പാണോ? എൻ്റെ നിരാശയാണോ? എന്താണെങ്കിലും അതെല്ലാം ഇന്ന് കർത്താവിന് കൊടുക്കാം. കർത്താവ് തൻ്റെ മക്കൾ ഇതെല്ലാം ചുമന്നുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി കർത്താവ് സ്വന്തം സന്തോഷം ഉപേക്ഷിച്ചുകൊണ്ട്, മഹത്വം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി തീർന്ന് കാൽവരിയിൽ പിടഞ്ഞു മരിച്ചത് നമ്മൾ സന്തോഷമുള്ളവരായി ജീവിക്കാനാണ്. ദൈവം നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവനും ഞാൻ വിട്ടുതരുന്നു. ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന സകല ഭാരങ്ങളും വിട്ടുതരുന്നു. എൻ്റെ കണ്ണുനീരും അതിൻ്റെ ഓർമ്മകളും ഞാൻ വിട്ടുതരുന്നു. സന്തോഷത്തിന്റെ തടസ്സങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. സന്തോഷത്തിന്റെ ആത്മാവ് കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി നിറയ്ക്കണമേ. സന്തോഷത്തിന്റെ അരൂപി കൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ കണ്ണുനീര് തുടച്ചു നീക്കണമേ. എൻ്റെ ദുഃഖത്തിന്റെ കാരണങ്ങളെ എടുത്തു നിൽക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. സന്തോഷമായി എഴുന്നള്ളി വരണമേ. ആനന്ദമായി എഴുന്നള്ളി വരണമേ. തിരു സാന്നിധ്യം വെളിപ്പെടുത്തി തരണമേ. ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. മനസ്സിന്റെ കെട്ടുകൾ അഴിക്കണമേ. എന്നെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട്, ബന്ധനങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിന്റെ മുറിവുകൾ നീങ്ങി പോകട്ടെ. കണ്ണുനീരിന്റെ ഉറവിടങ്ങൾ ശുദ്ധമാകട്ടെ.
ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മക്കളെയും ആനന്ദിപ്പിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ. എല്ലാ മനസ്സിന്റെ ഭാരങ്ങളെയും എടുത്തു നിൽക്കണമേ. മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. പാപത്തിന്റെ മാലിന്യങ്ങൾ നീക്കട്ടെ. കുറ്റബോധം നീക്കട്ടെ. ദുഃഖങ്ങൾ നീക്കട്ടെ. നിരാശ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സൂര്യോഗനിൻ സ്നേഹം. ഓ കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ. എനിക്ക് കിട്ടാതെ പോയ സ്നേഹം, നിഷേധിക്കപ്പെട്ട സ്നേഹം, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അസ്വസ്ഥതകളും എടുത്തു നിൽക്കണമേ. നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. ആത്മാവ ദൈവമേ സൂര്യോഗനിൻ സ്നേഹം. കർത്താവേ, സന്തോഷം നഷ്ടപ്പെട്ട് തളർന്നു പോയ എൻ്റെ മനസ്സിന് ശക്തിയായിട്ട് നീ വരണമേ. ഓ ആത്മാവേ, നിന്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുക. ആത്മാവ ദൈവമേ സൂര്യോഗനിൻ സ്നേഹം. ഒരിക്കൽ കൂടി ദാഹത്തോടെ ആത്മാവ ദൈവമേ സൂര്യോഗനിൻ സ്നേഹം. ഓ എല്ലാ ഹൃദയങ്ങളിലേക്ക് സ്നേഹമായി നീ ഒഴുകണമേ കർത്താവേ. സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹമായി, കരുണ കിട്ടാത്തവർക്ക് കരുണയായി, തളർന്നവർക്ക് ശക്തിയായി ദൈവമേ നിന്റെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ. കണ്ണുനീരുകൾ തുടച്ചു നീക്കപ്പെടട്ടെ. സങ്കടങ്ങൾ വിട്ടുപോകട്ടെ. കൃപ കൊണ്ട് എല്ലാവരും പൊതിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ ഹൃദയങ്ങളും സ്വതന്ത്രമാകട്ടെ. വലിഞ്ഞു മുറിയ മനസ്സുകൾ യേശുവിന്റെ ശക്തിയാൽ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ